നമസ്കാരം. പ്രമേഹത്തിന്റെ അറിവിന്റെ കാര്യത്തിലാണെങ്കിലും, പ്രമേഹത്തിന്റെ ചികിത്സയുടെ കാര്യത്തിലും നമ്മൾ ഒരുപാട് ഇനിയും മനസ്സിലാക്കാൻ ബാക്കിയുണ്ട്. ഇപ്പോഴും നമ്മുടെ അറിവ് വളരെ പരിമിതമാണ്. ഈ പരിമിതമായ അറിവിന്റെ ഇടയിൽ നമ്മൾ ഓരോ രോഗനിർണയങ്ങളും, ഓരോ രോഗങ്ങളുടെ അല്ലെങ്കിൽ രോഗാവസ്ഥകളെ വിലയിരുത്തുകയും അവയെ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. അത് വൈദ്യശാസ്ത്ര മേഖലയിൽ, അത് ഏത് വൈദ്യശാസ്ത്ര മേഖല ആയിക്കോട്ടെ. അതിപ്പോൾ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ആയുർവേദം, ഹോമിയോപ്പതി, വോട്ടെവർ, എല്ലാത്തിനും അതിൻ്റെതായ പരിമിതികളുണ്ട്. എന്നിരുന്നാലും പ്രമേഹ ചികിത്സയിൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് തെറ്റിദ്ധാരണയാണെന്ന് നമുക്ക് അറിയാമെങ്കിലും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പോലെ അതിനെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതി ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അങ്ങനത്തെ പ്രധാനപ്പെട്ട 6 ഒരുപാടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്ന 6 ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 3 ഈ ഒരു എപ്പിസോഡിലും 3 അടുത്ത എപ്പിസോഡിലുമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 3 നമുക്ക് കടക്കാം. ഇത് രോഗികൾ, അതായത് ചികിത്സ തേടി വരുന്നവരുടെ കുറ്റമോ അല്ലെങ്കിൽ കുറവോ പോരായ്മയോ അല്ല. അതുപോലെ ചികിത്സിക്കുന്ന എന്നെ പോലെയുള്ള ഡോക്ടേഴ്സിൻ്റെയും കുറവോ പോരായ്മയോ അല്ല. ഇത് നമ്മുടെ ധാരണയുടെ പ്രശ്നമാണ്. ഈ ധാരണ പതുക്കെ മാറി വരുന്നുണ്ട്. പക്ഷെ അതിന് ഇനിയും ഇത്തിരിയും കൂടി ഒന്ന് സ്പീഡ് കൂട്ടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനു വേണ്ടിയുള്ളതാണ് ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ ആദ്യത്തെ ഒരു ധാരണ, തെറ്റിദ്ധാരണയാണെന്ന് നമുക്കറിയാം, എന്നാലും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒന്നാണ് ബീങ് ടു വെരി ഗ്ലൂക്കോസെൻട്രിക്. എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെ കുറിച്ച്, ബ്ലഡ് ഷുഗറിനെ കുറിച്ച് മാത്രം നമ്മൾ ദിനരാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രമേഹ ചികിത്സ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറഞ്ഞാൽ ഷുഗർ ആണ് എന്നുള്ളൊരു ധാരണ. ഈ ധാരണ തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രമേഹം എന്ന് പറഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുന്ന ഒരവസ്ഥ മാത്രമല്ല, അതിലുപരി വേറെ എത്രയോ പ്രത്യാഘാതങ്ങളുള്ള, അല്ലെങ്കിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സിൻഡ്രോം ആണെന്നുള്ളത് മെഡിക്കൽ സയൻസ് വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. പൊതുജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയാം. എന്നാലും ഇപ്പോഴും പ്രമേഹം എന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുന്ന അവസ്ഥ, അതായത് പ്രമേഹം ഈക്വൽസ് ഷുഗർ, ഡയബറ്റിസ് ഈക്വൽസ് ഷുഗർ എന്നാണ് പലരും ധരിക്കുന്നത്. റോങ്. ഡയബറ്റിസിന്റെ ഡെഫിനിഷനിൽ തന്നെ പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഹൈപ്പർഗ്ലൈസീമിയ വിത്ത് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ലിപ്പിഡ് മെറ്റബോളിസം. അതായത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, ഈ 3 ശരീരത്തിന് ഏറ്റവും പ്രധാനമായ, ശരീരത്തിനെ നിലനിർത്തുന്ന, ശരീരത്തിനെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പോഷകാംശങ്ങളുടെ മെറ്റബോളിസത്തിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷുഗർ മാത്രമല്ല ഡയബറ്റിസ്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇനിയിപ്പോൾ ഡയബറ്റിസ് നമ്മൾ തിരിച്ചറിയുന്നു, ഷുഗർ കൂടുതലാണെന്ന് പറയുന്നു, HbA1c നോക്കുന്നു, HbA1c കൂടുതലാണ്, ഇപ്പോൾ ഡയഗ്നോസിസ് ആവുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എപ്പോഴും കാണാറുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡയബറ്റീസിന് ആകെ 2 തരം അല്ലെങ്കിൽ 3 തരമായിട്ട് മാത്രമേ കാണാറുള്ളൂ. പൊതുവെ 2 തരമായിട്ടേ കാണുന്നുള്ളൂ, ടൈപ്പ് 1, ടൈപ്പ് 2. ഇതെല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്തെ ടൈപ്സിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്പ് 1, ടൈപ്പ് 2 അപ്പുറം ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. പൊതുവെ എല്ലാവരും പറയുന്നത്, ഓക്കെ, ഒരു ഗർഭിണി പ്രമേഹം ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗർഭിണിക്ക് പ്രമേഹം വരുമ്പോഴാണ് അതിനെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. തെറ്റി. അത് മാത്രമല്ല ജസ്റ്റേഷണൽ ഡയബറ്റീസ്. ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ പ്രമേഹമുള്ള ഒരു വ്യക്തി ഗർഭിണിയായാലും പറയും, ഗർഭിണിയായിട്ടുള്ള ഒരു വ്യക്തി ആദ്യമായി പ്രമേഹ രോഗിയായാലും പറയും. ഈ 2 അവസ്ഥയിലും ജസ്റ്റേഷണൽ ഡയബറ്റീസ് തന്നെ വേണം പറയാൻ. എന്ന് വെച്ചാൽ a woman who becomes diabetic after she is pregnant, ഇപ്പോൾ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ഡയബറ്റിക് ആവുന്നതും, ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള ഒരു സ്ത്രീ പ്രമേഹം ഡിറ്റക്ട് ചെയ്യുമ്പോഴും, ഈ 2 അവസ്ഥയിലും ജസ്റ്റേഷണൽ ഡയബറ്റീസ് തന്നെയാണ്. അപ്പോൾ 3 ഏറ്റവും പ്രധാന വിഭാഗങ്ങളായി അല്ലേ. 1 ടൈപ്പ് 1, 2 ടൈപ്പ് 2, പിന്നെ ജസ്റ്റേഷണൽ. തീർന്നില്ല. അതല്ലാണ്ട് ഒരുപാട് തരത്തിലുണ്ട് ഡയബറ്റീസ്. അതിനെക്കുറിച്ച് പലർക്കും ധാരണയില്ല. ഇപ്പോൾ MODY എന്ന് പറയുന്ന പല ടൈപ്സ് ഉണ്ട്. അതിൻ്റെ തന്നെ വേരിയൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ LADA,
പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ടൈപ്പ് 5 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വന്നതാണ്, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞതാണ് ടൈപ്പ് 5 ഡയബറ്റീസ്. അതിന് മുമ്പ് തന്നെ ടൈപ്പ് 1.5 ഡയബറ്റീസ് എന്ന് പറയുന്ന ടൈപ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട് ഡയബറ്റീസ്. എല്ലാത്തിനെയും നമുക്ക് ടൈപ്പ് 1 അല്ലെങ്കിൽ ടൈപ്പ് 2 എന്ന് വിഭജിക്കാൻ സാധ്യമല്ല, എന്ന് കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ബിക്കോസ് ഇതിൽ ഏത് ടൈപ്പാണോ നമ്മൾ നിർണ്ണയിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ട്രീറ്റ്മെന്റ് വിൽ വേരി. അപ്പോൾ പോയിന്റ് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ, ഡയബറ്റീസിന്റെ പല ടൈപ്സും ഉണ്ട്, പല വേരിയൻസും ഉണ്ട്. ആ വേരിയൻസ് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് തിരിച്ചറിയാണ്ട് ട്രീറ്റ്മെന്റ് ഫലപ്രദമായിട്ട് മുന്നോട്ട് പോവില്ല. അതിനെ ടൈപ്പ് 1 അല്ലെങ്കിൽ ടൈപ്പ് 2 ആയിട്ട് മാത്രമല്ല കാണേണ്ട, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ടൈപ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 2. അപ്പോൾ പോയിന്റ് നമ്പർ 1 എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഗ്ലൂക്കോസെൻട്രിക് ആവുന്നത്, അതായത് ഗ്ലൂക്കോസിനെ കുറിച്ച് മാത്രം പറയുന്നത്. രണ്ടാമത്തേത് ടൈപ്സ് ഓഫ് ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസെൻട്രിക് അല്ല, നമ്മൾ ഏത് ടൈപ്പാണെന്ന് തിരിച്ചറിഞ്ഞു. അടുത്തത് ഇതിൻ്റെ ഇവാലുവേഷൻ, ഇതിനെ വിലയിരുത്തുന്നതിനെ കുറിച്ച് നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്ന പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത്? എന്തിനാണ് കണ്ണിൻ്റെ പരിശോധന ചെയ്യുന്നത്? എന്തിനാണ് കാൽപാദങ്ങളുടെ പരിശോധന ചെയ്യുന്നത്? ഷുഗറിനുള്ള ട്രീറ്റ്മെന്റിന് വന്നതല്ലേ, ഷുഗർ ട്രീറ്റ് ചെയ്താൽ പോരെ? അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ്, ഗ്ലൂക്കോസെൻട്രിക് അല്ല. ഷുഗർ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം പ്രമേഹ ചികിത്സ ഫലപ്രദമാവുന്നില്ല. അങ്ങനെ ചെയ്താൽ ഉണ്ടാവുന്ന ഒരു അപകടം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് നല്ലൊരു റിപ്പോർട്ട് കിട്ടും ലാബിൽ നിന്ന്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 92, PPBS 132, HbA1c 6.2 എന്നൊക്കെ പറയുന്ന അതിഗംഭീരമായ റിപ്പോർട്ട് കിട്ടും. പക്ഷെ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നുണ്ടാവും, നിങ്ങൾക്ക് കാർഡിയോ ഇൻവോൾവ്മെന്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ കാൽപാദങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, നിങ്ങളുടെ കിഡ്നി ഫങ്ഷൻസ് താറുമാറായിട്ട് കിടന്നിട്ടുണ്ടാവാം. പക്ഷെ ഇതൊന്നും നമ്മൾ കാണാതെ പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ കൺട്രോളിൽ മാത്രം ശ്രദ്ധിക്കുന്നു. അതാണ് ഈ ഗ്ലൂക്കോസെൻട്രിക് ആവരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഡയബറ്റീസിൻ്റെ ആദ്യത്തെ ഇവാലുവേഷൻ പരമപ്രധാനമാണ്. ഏറ്റവും വിശദമായിട്ട് ചെയ്യേണ്ട ഒന്നാണ് ആദ്യത്തെ വിലയിരുത്തൽ. പ്രമേഹം ആയിട്ട് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രമേഹ സംബന്ധവും നേരിട്ടോ അല്ലാതെയോ പ്രത്യക്ഷമായും പരോക്ഷമായും എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആ ശരീരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ബേസ് ലൈൻ ഇവാലുവേഷൻ മസ്റ്റാണ്. ഇത് തല തൊട്ട് കാല് വരെ എല്ലാ അവയവങ്ങളെയും വിലയിരുത്തേണ്ടതാണ്. അത് ചെയ്തില്ലെങ്കിൽ പ്രമേഹ വിലയിരുത്തലും ചികിത്സയും വ്യർത്ഥമാണ് എന്ന് പറയും. അപ്പോൾ ഈ 3 പോയിന്റാണ് ഈ എപ്പിസോഡിൽ. ഇനി അടുത്ത എപ്പിസോഡിൽ 3 പോയിന്റും കൂടി പറയുന്നതായിരിക്കും. അതായത് പ്രമേഹത്തിനെ കുറിച്ച് ആരെയും കുറ്റമല്ലത്, ചികിത്സിക്കുന്നവരുടെ കുറ്റമല്ല, ചികിത്സിക്കപ്പെടുന്നവരുടെയും കുറ്റമല്ല. ഇരു കൂട്ടർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാൻ താനും. പക്ഷെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുക, അതാണ് പ്രശ്നം. അങ്ങനെ ചെയ്യാതിരിക്കാൻ നമ്മൾ ഇനിയെങ്കിലും തയ്യാറാവണം. അതിനുവേണ്ടി പ്ലീസ് കണ്ടിന്യൂ വാച്ചിങ് ദ നെക്സ്റ്റ് എപ്പിസോഡ് വെയർ വിൽ ബി ടോക്കിംഗ് അബൌട്ട് അടുത്ത 3 പോയിന്റ്സ്. ഡയബറ്റീസിൽ നമ്മൾ തെറ്റായി ചെയ്യുന്ന, നമുക്ക് അറിയാമായിരുന്നിട്ടും നമ്മൾ തെറ്റായി ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച്. കീപ് വാച്ചിങ്.